അല്ല, അത് വളരെ ആഹ്ലാദകരമായ ഒരു ഹൈക്കോടതി വിധിയാണ്. പെരിന്തൽമണ്ണയിൽ വിജയിച്ച UDFന്റെ സ്ഥാനാർത്ഥി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ശ്രീ നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയമാണ് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തെറ്റായിട്ടുള്ള ഒരു വാദം ഉയർത്തിയിട്ടാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കേസ് ഉണ്ടായത് എന്നത് ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. ശ്രീ നജീബിനെ ഞാൻ പ്രത്യേകമായി അവസരത്തിൽ അഭിനന്ദിക്കാം. വയനാട്ടിൽ ഇപ്പോൾ സൈന്യം മടങ്ങുകയാണ്, നരേന്ദ്രമോദി കേന്ദ്രത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ് കാണുന്നത്? അല്ല, കേന്ദ്രം ഇതുവരെ കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല. സൈന്യത്തിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്, NDRFന്റെ ഒക്കെ സഹായം ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സാമ്പത്തികമായി കൂടി കേരളത്തെ സഹായിക്കണം കേന്ദ്രം. കാരണം ഇത്രയും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അടിയന്തിരമായ സഹായമാണ് നൽകേണ്ടത്. DRFലേക്ക് കൊടുക്കുന്ന ഫണ്ട് മാത്രമല്ല, സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ് വേണ്ടത്. സ്പെഷ്യൽ പാക്കേജ് സംസ്ഥാനത്തിന് വേണം. വയനാട് പുനരധിവാസ പ്രക്രിയയ്ക്കും വയനാട് ഭാവിയിൽ അപകടമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അപകടത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു വലിയ പാക്കേജ് ഉണ്ടാകണം. ആ പാക്കേജിന് വലിയൊരു കേന്ദ്ര സഹായം ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള വാർണിംഗ് സിസ്റ്റം മെച്ചപ്പെടുത്താൻ ഉള്ള ശാസ്ത്രീയമായ മുഴുവൻ സങ്കേതങ്ങളും വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ പ്രയോജനപ്പെടുത്തണം. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇരയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പലതരത്തിലുള്ള ദുരന്തങ്ങൾ, മലയിടിച്ചിലും ഉരുൾപൊട്ടലും മാത്രമല്ല, വെള്ളപ്പൊക്കവും ഉൾപ്പെടെയുള്ള ക്ലൗഡ് ബേസ്റ്റ് ഉൾപ്പെടെ മേഘസ്ഫോടനം ഉൾപ്പെടെയുള്ള കള്ളക്കടൽ പോലുള്ള നിരവധി പ്രതിഭാസങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്, ഒരുപാട് തരത്തിൽ. അപ്പൊ ഇതിനെയെല്ലാം പ്രകൃതിയെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല. പക്ഷേ ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാനും മനുഷ്യരെ അത്തരം സ്ഥലങ്ങൾ മാപ്പ് ചെയ്ത് മനുഷ്യരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനും കഴിയും. ഇന്ന് ലോകത്തെ എല്ലായിടത്തും അതിനുള്ള സങ്കേതങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. കേരളത്തിൽ അതുണ്ടാകണം. അപ്പൊ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, കേരളത്തിലെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ്, കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും കാലാവസ്ഥാ വകുപ്പുകൾ, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ, കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനം, ഇവരെല്ലാം കൂടി സംയോജിച്ചുകൊണ്ട് ലോക നിലവാരമുള്ള ഒരു വാർണിംഗ് സിസ്റ്റവും ഇവാക്യുവേഷൻ സിസ്റ്റം, അപകടം ഉണ്ടാകുമെന്നറിഞ്ഞാൽ ആളുകളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഇപ്പൊ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ എല്ലാവരും പോയി ദുരിതാശ്വാസവും പരിഹാരവും മാത്രമാണ് നിൽക്കുന്നത്. ഇനി ഇത്രയും ഒരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് കേന്ദ്ര സഹായം കൂടുതൽ വേണ്ടത്. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും എല്ലാവരും ചേർന്നുകൊണ്ട് അത് ചെയ്യണം എന്നാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം സന്ദർശിച്ചു പോയി കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് ഒരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. തരട്ടെ, ഇത് നമുക്ക് ആരും തരുന്ന ഔദാര്യമല്ലല്ലോ. ഇന്ത്യയിൽ എവിടെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട സ്പെഷ്യൽ പാക്കേജാണ്. കേരളത്തിന് അതിന് അർഹതയുണ്ട്. കേരളത്തിന് അത് നൽകിയേ മതിയാവൂ. ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ MP-മാർ പാർലമെന്റിൽ ഇരു സഭകളിലും അതിശക്തമായി ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം ദുരന്തത്തെ നേരിടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സർക്കാർ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ? അപ്പൊ അനധികൃത കോറി അടക്കം ഉൾപ്പെടെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ അതിനൊരു നടപടി വേണ്ടേ? ഞങ്ങൾ 2021 തൊട്ട് നിയമസഭയ്ക്കകത്ത് നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യമാണിത്. താങ്കളുടെ ചോദിച്ച ചോദ്യം. ഇപ്പൊ ഏറ്റവും അവസാനം ഈ അപകടം നടക്കുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിലും ഞങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞു, നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് കാണുന്നില്ല, ക്ലൈമറ്റ് ചേഞ്ചിനെ നിങ്ങൾ അവഗണിക്കുന്നു. അപകടകരമായ രീതിയിൽ കേരളത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് വരിക. അതുകൊണ്ട് കേരളത്തിൽ ഏത് നയരൂപീകരണം ഉണ്ടായാലും ഏത് പോളിസി ഫ്രെയിം ചെയ്താലും അതിന്റെ പ്രധാന ഘടകം ഇതായിരിക്കണം, ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കണം. പുതിയ നിർമ്മിതികൾ, പുതിയ ഡെവലപ്മെന്റ് ആക്ടിവിറ്റികൾ, ഇതെല്ലാം വരുമ്പോൾ പരിശോധിക്കപ്പെടണം. മാത്രമല്ല, ഈ കോറിയിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതിനൊരു എൻവയൺമെന്റ് ഓഡിറ്റിംഗ് വേണം. എത്ര എടുക്കാൻ പറ്റും, നമുക്ക് വേണ്ടി വരും സാധനങ്ങൾ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എത്ര എടുക്കാൻ പറ്റും, എത്ര കൂടുതൽ എടുത്താൽ അത് പശ്ചിമഘട്ടത്തിന് അപകടകരമാകും എന്നുള്ളൊരു ഓഡിറ്റിംഗ് കൂടി നടത്തിയിട്ട് മാത്രമാണ് ഇതിനെല്ലാം കൃത്യമായ റെഗുലേഷൻസ് വേണം, നിയന്ത്രണം വേണം. അല്ലാതെ അവിടെ പോയി കൃഷി ചെയ്യുന്ന പാവപ്പെട്ട
കർഷകരല്ല പശ്ചിമഘട്ടത്തെ ദ്രോഹിക്കുന്നത്. പശ്ചിമഘട്ടത്തെ വേറെ തരത്തിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ്. അതൊന്നും ഇനി അനുവദിച്ചുകൂടാ. അത് അപകടത്തിലേക്ക് കേരളത്തെ നയിക്കും. ആ റിപ്പോർട്ട് തന്നെ അപ്രായോഗികമായ ഒരു റിപ്പോർട്ടാണ്. കാരണം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പ്രീ ഡിഗ്രിയെ ഡീലിങ്ക് ചെയ്ത് +2 ഉണ്ടാക്കിയത്, ഹയർ സെക്കൻഡറി ആക്കിയത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ സെക്കൻഡറി സ്കൂളിനെയും ഹയർ സെക്കൻഡറിയെയും ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അപ്രായോഗികമാണ്. ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു അധ്യാപക സംഘടനകളുമായിട്ടോ പൊതുസമൂഹമായിട്ടോ പ്രതിപക്ഷമായിട്ടോ ഒന്നും ഒരു ആലോചന നടത്തിയിട്ടില്ല. ഖാദർ കമ്മിറ്റിയുടെ ഒരു ഇന്ററിം റിപ്പോർട്ട് ആണ്ട് 2-3 കൊല്ലക്കാലം മുമ്പ് കൊടുത്തു, അവ്യക്തമായ റിപ്പോർട്ട്. അത് വെച്ച് തന്നെ ഇവർ പരിപാടി തുടങ്ങി. ഇപ്പൊ പൂർണ്ണമായ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ നല്ല കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യാം. പക്ഷേ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് മുൻപ് വിശദമായ ചർച്ച കേരളത്തിലെ അക്കാര്യത്തെക്കുറിച്ച് ഉണ്ടാകണം. കാരണം നിങ്ങളുടെ പരീക്ഷണശാലയല്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. നിങ്ങൾ എടുക്കുന്ന തെറ്റായ വികലമായ എല്ലാ തീരുമാനവും കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ ഗൗരവതരമായി ബാധിക്കും. അതുകൊണ്ട് അത് നടപ്പാക്കുന്നതിന് മുമ്പും അതിലേതെല്ലാം നടപ്പാക്കാം, ഏതെല്ലാം നടപ്പാക്കരുത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നിയമസഭയ്ക്കകത്തും പുറത്തും സർവകക്ഷി യോഗത്തിലും അധ്യാപക സംഘടനകളുടെ യോഗത്തിലും വിദ്യാർത്ഥികളോടും ഒക്കെ ആലോചിച്ചിട്ട് വേണം ചെയ്യാനെന്നാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, ഞങ്ങൾ ഇതുവരെ അത് PSC വിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ആവശ്യം നമുക്ക് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് ആലോചിക്കാം.